നമുക്ക് പോ. ഏയ് ഉണ്ണി, എന്താ ഇത്? ഋതികയുടെ ജീവിതത്തിൽ സംഭവിച്ചൊന്നും ഞങ്ങൾ ആരോടും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇവളുടെ വിവാഹം കഴിഞ്ഞ കാര്യം അറിയാവുന്നതാണ്. ഋതിക വിവാഹം കഴിച്ച ഈ നിൽക്കുന്ന രാജുവിന്റെ വീട്ടിൽ ഞാൻ ഉച്ചയൂണ് കഴിക്കാൻ പോയത് ന്യൂസ് ചാനലിലൊക്കെ വലിയ വാർത്തയായ കാര്യമാണ്. പക്ഷെ വളരെ കുറച്ചു ചില ആളുകൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സരസ്വതി ചേച്ചി ഋതികയെ മകന് വേണ്ടി വിവാഹം ആലോചിച്ച് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു വരുത്തി ഇങ്ങനൊരു ചടങ്ങ് നടത്തണമെന്ന് തീരുമാനിച്ചത്. വർമ്മ സാറേ, എന്താ രാജു? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാനിവിടെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിലും വലിയ എന്ത് കാര്യമാ നിനക്ക് എന്നോട് പറയാനുള്ളത്? വർമ്മ സാർ പറയാൻ പോകുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യ. ഞാൻ ആദ്യം വന്ന അതിഥികളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. എന്താണെന്ന് വെച്ചാ നീ അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങളെ എല്ലാവരും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചപ്പോ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, വരണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ത് ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്റെ മകൾ ഋതികയുടെയും രാജുവിന്റെയും വെഡിങ് റിസപ്ഷനാണ്. ചടങ്ങുകൾ അല്പം നേരത്തിനാൻ തുടങ്ങും.